പക്ഷേ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു വലിയ ചിന്തയല്ലേ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ഉർവശി പറഞ്ഞത്. എങ്ങനെയാണ് കുട്ടേട്ടനെ പോലെ ഒരാളുടെ ഈ വലിയൊരു ആക്ടിങ് സ്കില്ലിനെ എങ്ങനെയാണ് ഒരു നിലയിൽ ഇങ്ങനെ കുറച്ച്, ഞാൻ ആ പേര് പോലും പറയാൻ തയ്യാറല്ല, കാരണം ഷാരൂഖിന് മികച്ച നടനായി ജൂറിക്ക് സ്വാഭാവികം തിരഞ്ഞെടുക്കാം. പക്ഷേ ഉർവശി ചോദിച്ചൊരു ചോദ്യം അത് സ്വയം എങ്ങനെയാണ് എടുക്കുന്നത്? ആ ഉർവശിയുടെ ആ ഒരു ഫീൽ, ആ പറഞ്ഞതിലെ ഒരു വികാരം. ഉർവശി പറഞ്ഞ ഒരു കാര്യം ശരി, പ്രതിഷേധം ഒന്നും എനിക്കില്ല. എന്താ പറയുക, അല്ല ഉർവശി തോന്നിപ്പിച്ച ഇതിൻ്റെ കാര്യം ഒരു കാര്യം എനിക്ക് എന്താ വെച്ചാൽ, ഒരു 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 കഥാപാത്രം ഇപ്പം നമ്മളിപ്പം നായകൻ എന്ന് പറയും, ചില ഹീറോ എന്ന് പറയും, രണ്ടും രണ്ടാ ശരിക്കും പറഞ്ഞാൽ. നായകൻ എന്ന് പറഞ്ഞാൽ ആദിമധ്യാന്തമുള്ള കഥയിലെ കഥ നയിക്കുന്ന ആളാണ്, കഥ കൊണ്ടുപോകുന്ന ആൾ. അത് ചിലപ്പോൾ ഒരു പട്ടിയാവാം. പക്ഷേ ഹീറോ എന്ന് പറഞ്ഞാൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് അതിജീവിച്ച് മുന്നേറുന്നവനാണ് ഹീറോ. ഇവിടെ ഈ രണ്ടും കൂടെ ക്ലബ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ നായകൻ. അതെ, ഹീറോയാണ്, ഇച്ചോയുടെ ക്യാരക്ടറാണ്. അതെ, പക്ഷേ ഈ പരിഗണിക്കും പല പരിഗണനകൾ കാണും. നമുക്കിപ്പം ഉദാഹരണം പറഞ്ഞു, എനിക്കൊരു ഇപ്പോൾ ഒരു അവാർഡുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് അങ്ങനെയാണ്, ക്യാരക്ടർ ആക്ടർ. ഞാൻ ചോദിക്കട്ടെ, ഈ ബാക്കിയുള്ളതും ചെയ്യുന്ന ആക്ടറല്ലേ? അഭിനയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ ഡെഫിനിഷൻ പറഞ്ഞാൽ ഒരു നടനിൽ കൂടി കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് അഭിനയം, അല്ലേ? അതെ, ഒരു നടനിൽ കൂടി കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന, അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് എല്ലാ നടന്മാരും അതല്ലേ ചെയ്യുന്നത്. പിന്നെ ഇയാൾ മാത്രം ഇങ്ങനെ ക്യാരക്ടറുകൾ അതിൽ തന്നെ ഏറ്റവും മികവോടെ നിൽക്കുന്ന ഒരാൾ. എന്നാൽ ഞാൻ പറയാം, ഒരു 3 നല്ല നടന്മാർ അല്ല എന്ന് പറഞ്ഞാൽ പോലെ ഇതിനകത്ത് ഇങ്ങനൊരു കോമഡി നടൻ, പിന്നെ വില്ലൻ നടൻ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം വെച്ചാൽ, ഞാൻ ഒരു വില്ലൻ റോൾ ചെയ്താൽ ഞാനത് വില്ലനായിട്ട് ശരി വില്ലനാണ് ഞാൻ, അങ്ങനെയല്ല. ഞാൻ അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അയാൾ ഒരു പെൺകുട്ടിയെ ഇത് ചെയ്യുന്നു, റേപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നു. അയാൾ എന്തിനാണ് കൊല്ലുന്നത്? അയാൾക്ക് അയാളുടേതായ ശരികളുണ്ട്. അങ്ങനെ ആ മനുഷ്യനെ എങ്ങനെയായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അയാളുടെ മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിട്ടാ, മനസ്സുകൊണ്ട് അഭിനയിക്കേണ്ടത്, അല്ലാതെ മുഖം കൊണ്ടല്ല. ഉർവശി പറഞ്ഞതുപോലത്തെ അഭിപ്രായം പങ്കുവെച്ച ഒരുപാട് ആളുകൾ ആ കാലത്ത് ആ ദിവസങ്ങളിൽ പറയുന്നില്ല. അഭിപ്രായം ആർക്കും പറയാമല്ലോ. പിന്നെ നമുക്കിങ്ങനെ ഒരു അവാർഡ് തന്നു, ഞാനിപ്പം അവാർഡ് നിഷേധിക്കാനോ അവാർഡ് ഇതിനെപ്പറ്റി പുറകെ പോകാനോ ഒന്നും ഉള്ള ആളല്ല. അതിങ്ങനെ വന്നുകൊണ്ടേ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞു പ്രേക്ഷക വർഷം. പിന്നെ ഞാനിപ്പോൾ ഇത്രയും വർഷമായപ്പോഴല്ലേ അവാർഡ് പറഞ്ഞ് കിട്ടുന്നത്. അങ്ങനെയുണ്ട്. പക്ഷേ ഇപ്പോൾ അവാർഡ് കിട്ടിയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മഹാനടനായെന്നോ, അപ്പോൾ ഇന്നലെ വരെ കിട്ടാത്തതുകൊണ്ട് ഞാൻ മോശം നടനാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ആസ് ആൻ ആക്ടർ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പക്ഷേ എല്ലാ റോളും നല്ല കേട്ടോ, എനിക്ക് പറ്റാത്ത ഒരുപാട് റോളുകളുണ്ട്. ഇപ്പം എന്നോട് പറയാം മരം ചുറ്റി പ്രേമം അല്ല, അതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല. ഡാൻസ്, എന്നിട്ടും കുട്ടേട്ടനെ കൊണ്ട് ഒരുപാട് സിനിമകളിൽ പാടി അഭിനയിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ഈ പാടി അഭിനയിക്കാൻ തയ്യാറാകാതെ ഒഴിയാൻ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഒരുപാട് കഴിയുന്നത് ഒഴിയും. പിന്നെ ചിലർ പിടിച്ചിങ്ങനെ ജോലിയുടെ ഭാഗമല്ലെന്ന് ചെയ്യലേ, തൊട്ടും മനസ്സിൽ പിടിച്ചിട്ടല്ല ചെയ്യുന്നതെന്ന്. പക്ഷെ അത് പിന്നീട് വളരെ സന്തോഷം തോന്നി, പിന്നീട് സ്ക്രീനിൽ കണ്ടപ്പോൾ തോന്നിയ അനുഭവം? എനിക്ക് അത്ര സന്തോഷം തോന്നിയിട്ടില്ല. അല്ല, ഓരോരുത്തരും എനിക്കത് പറ്റില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, എനിക്ക് ചെയ്യാവുന്നതിനെ പറ്റി ഞാൻ കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് പറ്റാത്ത ഒരു സാധനം വെറുതെ പറ്റുമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? അല്ലേ? അതെ. അപ്പം ലിമിറ്റേഷൻ ഉണ്ട് എല്ലാവർക്കും, എല്ലാ നടന്മാർക്കും ലിമിറ്റേഷൻ വിശ്വസിക്കുന്ന ആളാണ്. എനിക്കും ഉണ്ട് ആ ലിമിറ്റേഷൻ. ലിമിറ്റേഷനെ കുറിച്ച് നല്ല ബോധ്യത്തോടെ 100%